ഹലോ നമസ്കാരം. ഇതിപ്പോൾ തന്നെ തോറ്റ ഒരു ഐസക് ഉണ്ടല്ലോ, മന്ത്രി, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മന്ത്രി നല്ലൊരു നുണ പറഞ്ഞിട്ടുണ്ട്. 4000 കോടി രൂപ ഖജാന ബാങ്കിലുണ്ട് എന്നാണ് പറയുന്നത്. ഖജാനയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്, അതായത് നികുതി പണം പിരിച്ചെടുത്ത 4000 കോടി രൂപ ബാലൻസ് വെച്ചിട്ടാണ് അവർ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഇവർ വട്ടപൂജയായി ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒരു ഗുണ്ടും വിട്ടിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ട് പോണത്. നമ്മുടെ നികുതിപ്പണം എല്ലാ സമ്പാദ്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാം അയ്യപ്പൻ്റെ മുതൽ എല്ലാ ദൈവങ്ങളുടെയും മുതലുകൾ കട്ടെടുത്തിട്ടും നമ്മുടെ നികുതിപ്പണം നക്കി തിന്നിട്ടും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ജനങ്ങൾ അവരെ വേണ്ടാന്നും പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് വലിയൊരു നുണയും പറഞ്ഞാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഐസക് എന്ന് പറയുന്ന ആൾ പോണത്. നമ്മുടെ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കണമെന്നാണ് ഒരിക്കൽ പറഞ്ഞത്. ഒന്നുമില്ല, പൂച്ച വെറ്റുകൂടെ. അപ്പോൾ ഇവരിപ്പോൾ തന്നെ തോറ്റിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കോൺഗ്രസ്സിന് നല്ല ഒരു പണി കൊടുത്തിട്ടാണ് ഇവർ ഇറങ്ങിപ്പോണത്. കാരണം ജനങ്ങളുടെ അടുത്ത് പണ്ട് പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്ന്, ഖജനാവിൽ പണമൊന്നും ഇല്ല, കടത്തിലാണ് എന്ന് പറഞ്ഞ കക്ഷി തന്നെ ഇപ്പോൾ 4000 കോടി രൂപ ബാലൻസ് ഞങ്ങൾ നികുതി പണം പിരിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ട് പെരുമാറണം, സൂക്ഷിച്ച് ഭരിക്കണം. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നിങ്ങളുടെ പിന്നാലെ ജനങ്ങളുണ്ട്. 1000 അഭിവാദ്യങ്ങൾ. കോൺഗ്രസ്സിലെ ജയിച്ച എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എല്ലാവരും ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും മിടുക്കന്മാരായ ചെറുപ്പക്കാരനെ വകുപ്പുകളിൽ കൊടുത്ത് അവരിനെ, നമ്മുടെ ഷാഫി പറമ്പിൽ ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ആൾക്കാർക്ക് നല്ല വകുപ്പ് കൊടുത്ത് നമ്മുടെ ആരോഗ്യം ഒന്ന് സൂക്ഷിക്കണം. ആരോഗ്യ വകുപ്പ് ആടിയുലിയുമല്ല എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടല്ലോ, അതിനെയൊക്കെ പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളവരെങ്കിലും നമ്മുടെ ആരോഗ്യം, ഗതാഗതം, ആഭ്യന്തരം നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല, എങ്കിൽ കൂടെ ഞാൻ പറയാണ്. പാവങ്ങൾക്ക് ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അതിന് മിടുക്കന്മാരായ ചെറുപ്പക്കാരായ MLA-മാരനെ നിർത്തി അതിൻ്റെ രീതിയിൽ ചെയ്യണം. ഇല്ലെങ്കിൽ 4000 കോടി ഖജനാവിലുണ്ട് എന്ന് പറഞ്ഞ ആ ആൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് തന്നെ ഭരിക്കണം, നന്നായി ഭരിക്കണം, നല്ല പേര് കേൾക്കണം എന്നുള്ളൊരാഗ്രഹക്കാരിയാണ് ഞാൻ. അത്രയും കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇനി നമ്മളുടെ വരാൻ പോകുന്ന പ്രധാനമന്ത്രി ആകാനിരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും എല്ലാവരെയും എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും കേരളത്തിൽ നിന്ന് വിട്ടുകൊടുക്കാതെ നിങ്ങൾ ഭരിക്കണം. അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു അഭിവാദ്യം. ഓക്കെ.